ബോൺ ട്യൂമർ ഭേദമാക്കാം. എന്താണ് ബോൺ ട്യൂമർ? സാധാരണ എല്ലാ മനുഷ്യകോശങ്ങളിലും അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കിയ ശേഷം നശിക്കുന്നു. ഈ പ്രോഗ്രാം ചെയ്ത കോശനാശത്തെ മറികടക്കാനുള്ള ഒരു കോശത്തിന്റെ കഴിവ് അതിനെ ട്യൂമറാക്കുന്നു. അസ്ഥിയിൽ നിന്നുണ്ടാകുന്ന ഇത്തരം കോശങ്ങൾ അസ്ഥിമുഴകൾക്ക് കാരണമാകുന്നു. ബോൺ ട്യൂമർ വിരളമാണോ? അതെ, ബോൺ ട്യൂമർ അപൂർവമാണ്. എല്ലാത്തരം ട്യൂമറിലും ചേർത്ത് 2% താഴെ മാത്രം. ബോൺ ട്യൂമറുകൾ ഏതൊക്കെ തരത്തിലാണ്? ബോൺ ട്യൂമർ ദോഷകരമല്ലാത്തതോ മാരകമോ ആകാം. ദോഷകരമല്ലാത്ത ശൂന്യമായ മുഴകൾ സാധാരണയായി ജീവന് ഭീഷണിയല്ല. എന്നാൽ മാരകമായ ബോൺ ട്യൂമറുകൾ കൂടുതൽ ആക്രമണകാരിയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നതും ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്നതുമാണ്. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ബോൺ ട്യൂമർ സാധാരണയായി ബാധിക്കുന്നുണ്ടോ? ബോൺ ട്യൂമർ സാധാരണയായി 2 പ്രായ വിഭാഗങ്ങളെ ബാധിക്കുന്നു. പ്രാഥമിക ബോൺ ട്യൂമർ സാധാരണയായി അവരുടെ 2ാം ദശകത്തിൽ കുട്ടികളെ ബാധിക്കുന്നു. 2ാം ഘട്ട ശ്വാസകോശാർബുദം അല്ലെങ്കിൽ സ്തനാർബുദം പോലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ട്യൂമർ മൂലമുണ്ടാകുന്ന ബോൺ ട്യൂമർ സാധാരണയായി പ്രായമായവരെയും ബാധിക്കുന്നു. കുട്ടികളെ ബാധിക്കുന്ന ഏറ്റവും അപകടകരമായ സാധാരണമായ ട്യൂമർ ഓസ്റ്റിയോസാർക്കോമയാണ്. ബോൺ ട്യൂമർ ചികിത്സയിലെ ഏറ്റവും പ്രധാന ഘട്ടം എന്താണ്? ഒരു ബോൺ ട്യൂമർ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് ശരിയായ രോഗനിർണയം നടത്തുക എന്നതാണ്. ഒരു ബയോപ്സി നടത്തുന്നതിലൂടെ ഇത് സാധ്യവുമാണ്. ഇത് മൂല്യനിർണ്ണയത്തിനായി ട്യൂമറിൽ നിന്ന് ചെറിയ അളവിൽ ടിഷ്യൂ എടുക്കുന്ന പരിശോധനയാണ്. അന്തിമ ശസ്ത്രക്രിയയെ ബാധിക്കാത്ത വിധത്തിൽ ബയോപ്സികൾ ചെയ്യാൻ ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന കൃത്യമായ നടപടിക്രമങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള കേന്ദ്രങ്ങളിൽ തന്നെ ബയോപ്സി നടത്തണം. ട്യൂമർ ഉണ്ടാക്കുന്ന കാരണം തിരിച്ചറിയാൻ മിക്ക സമയത്തും ലളിതമായ നീഡിൽ ബയോപ്സി മതിയാകും. ബോൺ ട്യൂമർ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? ദോഷകരമല്ലാത്ത ട്യൂമറുകൾ സ്വാഭാവിക അസ്ഥിയും സന്ധികളും സംരക്ഷിച്ചിരിക്കുന്ന പ്രദേശത്ത് അധികം കഠിനമല്ലാത്ത രീതിയിൽ ചികിത്സിക്കാം. സാധ്യമായ രീതിയിൽ അസ്ഥിയെ സംരക്ഷിക്കുന്നതിനൊപ്പം ദോഷകരമായ കോശത്തെ നീക്കം ചെയ്യുന്ന വിധത്തിലാണ് ശസ്ത്രക്രിയാ നടപടിക്രമങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഓസ്റ്റിയോസാർക്കോമ, എവിങ് സാർക്കോമ തുടങ്ങിയ മാരകമായ ബോൺ ട്യൂമറിന് ശസ്ത്രക്രിയയ്ക്കൊപ്പം കീമോതെറാപ്പിയും പ്രധാന ചികിത്സയാണ്. കീമോതെറാപ്പിയുടെ 2-3 സൈക്കിളുകൾക്ക് ശേഷം രോഗിയെ ശസ്ത്രക്രിയയ്ക്കായി പരിഗണിക്കുന്നു. 1990-കൾക്ക് മുമ്പ് മുറിച്ചു മാറ്റപ്പെട്ടതായിരുന്നു പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ചികിത്സ. ബോൺ ട്യൂമർ ചികിത്സയിലെ ആധുനിക മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ശക്തമായ കീമോതെറാപ്യൂട്ടിക് മരുന്നുകളുടെ ഉപയോഗം, ഉയർന്ന റെസൊല്യൂഷൻ MRI, മെച്ചപ്പെട്ട ചികിത്സാ രീതികൾ എന്നിവ ഉപയോഗിച്ച് ഇന്ന് നാം മുറിച്ച് മാറ്റലിന്റെ കാലഘട്ടത്തിൽ നിന്ന് കൈകാലുകൾ സംരക്ഷിക്കുന്ന കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇവിടെ രോഗം ബാധിച്ച അവയവത്തിന് പകരം ബാധിച്ച അസ്ഥി മാത്രമാണ് നീക്കം ചെയ്യുന്നത്. ട്യൂമർ നീക്കം ചെയ്തതിനു ശേഷം അസ്ഥിവൈകല്യം പുനർനിർമ്മിക്കാൻ ഒരു കൃത്രിമ ഇംപ്ലാന്റ് ഉപയോഗിക്കുന്നു. തറയിൽ കുത്തിയിരിക്കുന്നത് ഒഴിച്ചാൽ ദൈനംദിന ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ രോഗിക്ക് കഴിയും. ഈ ഇംപ്ലാന്റിന് ട്യൂമർ നീക്കം ചെയ്തതിന്റെ ദൈർഘ്യമനുസരിച്ച് 60,000 മുതൽ 1 ലക്ഷം വരെ ചികിത്സ വരും. മുമ്പ് ഇത്തരം ശസ്ത്രക്രിയകൾ കേരളത്തിൽ ലഭ്യമല്ലായിരുന്നു. എന്നാൽ 2002 മുതൽ ഈ ശസ്ത്രക്രിയകൾ കേരളത്തിലെ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലും നാമമാത്രമായ നിരക്കിലും നൽകി വരുന്നു. ബോൺ ട്യൂമർ ചികിത്സയിലെ ഏറ്റവും പുതിയത് എന്താണ്? ഇംപ്ലാന്റ് ഉപയോഗിച്ചാലും ജീവിതാവസാനം വരെ നിലനിൽക്കുമെന്ന് ഉറപ്പ് പറയാനാവില്ല. മനുഷ്യ ശരീരത്തിലെ എല്ലിന് തുല്യമായ ഒരു ഇംപ്ലാന്റ് വസ്തു കണ്ടുപിടിക്കാൻ ഇതുവരെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിനിടയ്ക്കാണ് പുതിയ രീതിയിലുള്ള ചികിത്സാ രീതികൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. ചില അവസരങ്ങളിൽ മനുഷ്യ ശരീരത്തിലെ സന്ധികൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയകൾ നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. ട്യൂമറുകളിലുള്ള ക്യാൻസർ രോഗങ്ങളെ പൂർണ്ണമായി നീക്കം ചെയ്തതിനു ശേഷം അതേ എല്ലുകൾ പുനരുപയോഗിക്കുന്ന ചികിത്സാ രീതി ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. ഈ കോശങ്ങളെ നശിപ്പിക്കാൻ 2 രീതികളാണ് ഉപയോഗിക്കുന്നത്. റേഡിയേഷൻ വഴിയോ ദ്രാവക നൈട്രജൻ ഉപയോഗിച്ചോ ആണ് ഈ പ്രക്രിയ സാധാരണ ചെയ്യുന്നത്. ഈ രീതി ഉപയോഗിച്ച് ശുദ്ധീകരിച്ച ശേഷം അതേ എല്ലുകൾ തന്നെ തിരിച്ചു വെക്കുന്ന വിദ്യ വന്നതോടെ സന്ധികൾ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇംപ്ലാന്റ് ചെയ്തതിന്റെ ഒരു പ്രയാസവും രോഗിക്ക് ഈ അവസരത്തിൽ അനുഭവപ്പെടാറില്ല. മറ്റൊരു മികച്ച ചികിത്സാ രീതിയാണ് കമ്പ്യൂട്ടറൈസ്ഡ് നാവിഗേഷൻ ഗൈഡഡ് ട്യൂമർ റിസറക്ഷൻ. ശസ്ത്രക്രിയ ചെയ്യുന്ന അവസരത്തിൽ ആ പ്രദേശത്തിൽ ഒരു ത്രിമാന ദൃശ്യം ലഭിക്കുന്നതിനാൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് ട്യൂമർ നീക്കം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ശാസ്ത്ര പുരോഗതി മൂലം ഇപ്പോൾ ഇംപ്ലാന്റുകളുടെയും ഉപയോഗിക്കേണ്ടി വരുന്ന ജിഗുകളുടെയും 3D പ്രിന്റുകൾ ലഭ്യമാകുന്നുണ്ട്. ഈ പുരോഗതികൾ മൂലം ശസ്ത്രക്രിയാ രംഗത്ത് ഒരു വലിയ മാറ്റത്തിലേക്കാണ് വഴിതെളിഞ്ഞിരിക്കുന്നത്. 90-കളിൽ നടന്നിരുന്ന കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന ശസ്ത്രക്രിയാ രീതിയിൽ നിന്നും ആ ഭാഗങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് വൈദ്യശാസ്ത്രം ഇന്ന് വളർന്നിരിക്കുന്നു. മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പായി ബോൺ ക്യാൻസർ നിർണ്ണയിക്കപ്പെടുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ ഈ കേന്ദ്രങ്ങളിൽ വച്ച് അവ ഭേദമാക്കാൻ സാധിക്കുന്നതാണ്.